നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശ് തന്നെയാണ്. ആന്ധ്രാപ്രദേശിൽ നിന്ന് നമ്മൾ കടപ്പ ലക്ഷ്യമാക്കി പോയിക്കോട്ടെ. ആന്ധ്രാപ്രദേശിലെ കടപ്പ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചു. ഇപ്പോൾ 6 മണി 6:30 ആയിട്ടുള്ളൂ. ഇവിടെ നിറയെ പട്ടികളാണ്. നേരത്തെ എണീച്ചതിൻ്റെ ക്ഷീണമാണ്. അപ്പോൾ കാണുന്നുണ്ടോ ജസ്റ്റിൻ്റെ മോട്ടൊക്കെ ഉണ്ട്. ആ ക്ഷീണമാണ്. ഇവിടെ നിറച്ച് പട്ടികളാണ് കഴിച്ചത്. ഗുണ്ടു മണികളാണ് ഇഷ്ടംപോലെ. നല്ല അടിപൊളി സ്ഥലത്താണ് നമ്മൾ നിൽക്കണേ. സെറ്റപ്പ് സ്ഥലമാണ്. ടൗൺ തന്നെയാണ്. ടൗണിൽ നിന്ന് ഒഴിഞ്ഞിട്ട് ചെറിയൊരു ഭാഗം. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം എന്തൊക്കെയാണ് കാഴ്ചകളിൽ നിന്ന് മുമ്പിലേക്ക് നമുക്ക് നോക്കിക്കാം. പോകുന്ന ആൾക്കാരൊക്കെ എത്രയാണ്? കണ്ടമാനം ആൾക്കാർ പോകുന്നുണ്ടല്ലോ. ഒരു ഓട്ടോറിക്ഷയിൽ ഇഷ്ടം പോലെ ആൾക്കാർ പോകുന്നുണ്ട്. സൈഡൊക്കെ നമ്മളെ നാട്ടിലൊക്കെ 3 പാസഞ്ചർ ആറ്റേ ഉള്ളൂ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രാവലറിൽ കൊള്ളാനുള്ള കൂടുതൽ ആൾക്കാരും ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്നുണ്ട്. എത്ര ആൾക്കാരെ കുത്തിക്കയറ്റി പോകുന്നു. തക്കാളിയാണെന്ന് തോന്നുന്നത് ഗൈസ്. തക്കാളി പറിച്ചുകൊണ്ട് വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തക്കാളി തന്നെയാണ്. തക്കാളിത്തോട്ടങ്ങളാണിത് മൊത്തം. തക്കാളി പറിച്ച് വണ്ടി കയറ്റുന്നതാണ് അല്ലേ? തക്കാളി തന്നെയല്ലേ? വീണ്ടും മലകളൊക്കെ വരാൻ തുടങ്ങിയില്ല. നീ നേരെ മറ്റേ സൈസിലിരുന്നോ? അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുക. നമ്മളെ കൃഷ്ണഗിരി മല പോലത്തെ അതേ ഷേപ്പിലൊരു സാധനം. ആൾക്കാരൊക്കെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. കട്ടൻ കൂടി വർത്താനൊക്കെ പറഞ്ഞ് രാവിലെ എണീച്ച് ഒരു ജനവാസമൊന്നും അങ്ങനെ അധികമൊന്നും ഇല്ല. കുറേ സ്ഥലങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്നു. കുറച്ച് സ്ഥലത്താണ്. അങ്ങനെയാണ് ഇവരുടെ രീതി. മനസ്സിലായത് അങ്ങനെയാണ്. നല്ലൊരു കുഴി. പാറേൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. വലിയ മലകൾ. അപ്പോൾ നല്ല ഇറക്കമാണെന്ന് തോന്നല്ലോ. സൈഡിലെ പുല്ല് ധരിക്കാൻ വേണ്ടിയിട്ടാണ്, മരുന്നടിക്കാണ്. അല്ല വളം തന്നെ നമ്മളെ പച്ചക്കറിക്ക് വിഷമടിക്കാൻ വേണ്ടി പോകണം കഴിച്ചവർ നമുക്ക് തരാനുണ്ട്. അപ്പം മലയല്ലേ? ശരി. ഇന്നലെ നമ്മൾ അങ്ങനെ കണ്ടതൊക്കെ ഇതൊക്കെ ആയിരിക്കും. അല്ലായിരിക്കും അല്ലേ? ആഹാ, പൊള്ളി സ്ഥലം. നിർത്താനോ? NH 350 കൂടെയാണ് പോകുന്നത്. ഇതെന്താ കരിമ്പല്ല കിടിലം സ്ഥലല്ലേ? എന്തോ വഴിയാണ്. ഒരു മെയിൻ സ്ഥലമാണ് ഗൈസ്.
എന്തായാലും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ചെറുകട ഇവിടെ ഒന്നും കാണുന്നില്ല. എന്തായാലും അടിപൊളി സ്ഥലത്ത് കൂടെയാണ്. തുറന്നില്ല. ഇവരുടെ താമസവും കടകളും എല്ലാം ആയിട്ടൊരു ചെറിയൊരു കവലയാണ്, ഒരു ജംഗ്ഷനാണ്. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. കുറേ നേരത്തിന് ശേഷം അവർ വർക്ക് ചെയ്യുന്നൊരു പമ്പ്. വീണ്ടും അടുത്ത മല, മലകളാണ് വയസ്സത്. തുറന്നില്ല. മറ്റൊരാടെയൊക്കെ തുറക്കാൻ സമയമാവും തോന്നുന്നു. എന്തായാലും വളരെ ഭംഗിയുള്ളൊരു സ്ഥലത്ത് കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കടപ്പയിലേക്ക് അടുക്കുന്തോറും മനോഹരിയായി വരികയാണല്ലോ അല്ലേ? കടപ്പ ഇതിൽ മനോഹരിയാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ പരിചയമില്ലാത്ത സ്ഥലത്ത് ആരുടെയും സഹായം ഇല്ലാണ്ട് നമ്മൾ ട്രെക്കിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ പോക്കേ ഉണ്ടാവുള്ളൂ, തിരിച്ചുവരലുണ്ടാവില്ല. കഴിഞ്ഞു പോയില്ല. തിരിക്കാൻ പറ്റുന്ന സാധനല്ലേ? വരൂലെടുത്ത അടുത്തൊരു ടൗൺ എത്തിയിരിക്കുകയാണ്. ചെറിയൊരു മാർക്കറ്റ്. നല്ല പരിചയമുള്ള മണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. സാമ്പാറിൻ്റെയോ അച്ചാറിൻ്റെയോ അതെ കാളവണ്ടി ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ കാളവണ്ടിയൊക്കെ ഉണ്ട്. രാവിലെ തന്നെ പൂക്കച്ചവടവും അങ്ങനെയൊക്കെ ആൾക്കാർ ഇറങ്ങി തുടങ്ങുന്ന സമയമാണ് ജോലിക്ക് പോകാൻ. ചായ കുടിക്കാനാ? ചായ കുടിക്കാൻ പോയേ. നമ്മൾ പന്തറൊട്ടിക്കാണ് ചേട്ടന്മാർ. നമുക്ക് ഇവിടുന്ന് ചായയൊക്കെ തന്നു, ചെറിയ ക്ലാസ്സിൽ ചായയൊക്കെ തന്നു. ചെറിയൊരു പന്തരകടയാണ്. പന്തറൊട്ടിച്ച് തരാമെന്ന് പറഞ്ഞു. എല്ലാവരും ഇവിടെ ഇരിക്കുന്നതാണ്ടോ എങ്ങനെയാണെന്നുള്ളത്. ചെറിയ ക്ലാസ്സിൽ ചായയൊക്കെ തന്നു. ജസ്നയ്ക്ക് ഒരെണ്ണം കൊടുത്ത് രാഹുളും കുടിച്ചുകൊണ്ടൊക്കെയാണ്. നല്ല മനുഷ്യന്മാരാട്ടോ. ഇനിയിപ്പോൾ ബില്ല് വരുമ്പോൾ അറിയാം നല്ല മനുഷ്യന്മാരാണോ. അത്രയും ബ്യൂട്ടിഫുള്ളായൊരു സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. അടിപൊളി സ്ഥലം. മലയാളം മലയാളം കേരള മലയാളം ആ മലയാളം. പന്തറൊട്ടിച്ച കേട്ടോ. ഇവർക്ക് മലയാളം അറിയാം. ഇവർ മലപ്പുറത്ത് മിഠായി കച്ചവടം ചെയ്ത ആളാണ്. മലപ്പുറത്ത് എവിടെ മിഠായി കച്ചവടം ചെയ്തേ? ബമ്പൂരോ? കുറേ കാലം ഉണ്ടായിരുന്നു? കുറേ കാലം ഉണ്ടായിരുന്നോ? ആ മലപ്പുറത്ത് കുറേ സ്ഥലത്തുണ്ടായിരുന്നു. കുറ്റിപ്പുറം, തിരൂര്, നമ്മളെ കേരളത്തിൽ കുറേ കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും അടിപൊളി സ്ഥലമാണ്. എന്തായാലും മൂപ്പര് എല്ലാം ശരിയാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാക്കി കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ബൈ. ഓക്കെ ടാറ്റ ബൈ. ഇവിടെ കാളവണ്ടിയൊക്കെ ഉണ്ട്. സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഇത്തരത്തിലാണ്. ഇവിടെ കാളവണ്ടി വല്ലാണ്ട് ഉപയോഗിക്കുന്നുണ്ട്. കുറേ സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ കാളവണ്ടിയാണ് പോകുന്നത്. ഇവിടെ ഒരുപാട് കാളവണ്ടികളുണ്ട്. കാള വലിക്കുന്ന വണ്ടികൾ. പിന്നെ നേരത്തെ കണ്ട അവരില്ല, നല്ല മനുഷ്യരാട്ടോ. അവർ നമുക്ക് ചായ ഒക്കെ വാങ്ങിച്ചു തന്നു. അവർ ചായ കവറില്ലേ
പ്ലാസ്റ്റിക് കവർ, നമ്മളവിടെ പഞ്ചസാരയൊക്കെ വാങ്ങുന്ന സൈസ് കവറില്ലേ, വെള്ള കവർ, അങ്ങനത്തെ കവറിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇത്ര ചെറിയ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടാണ് അവർ കഴിക്കുന്നത്. നമുക്ക് ചായ എടുത്ത് നിനക്ക് പിന്നെ നീ ഇതിൻ്റെ ഉള്ളിലിരിക്കല്ലേ, നിന്നെ ആദ്യം കണ്ടില്ലായിരുന്നു. അന്നേരം ഞാൻ ക്യാമറ എടുക്കാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ മൂപ്പര് ഇതിൻ്റെ ഉള്ളിൽ ആളുടെ നമുക്ക് വന്ന് എന്തോ ഒരു പേര് വന്നു. എന്നിട്ട് മൂപ്പര് അതൊക്കെ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോഴല്ലോ മൂപ്പർക്ക് അവിടെ ഇരിക്കുന്ന ചേട്ടന് പിന്നെ ചായ ഇല്ല. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല, കുട്ടിക്ക് കൊടുക്കും. മലയാളം അറിയാം അവർക്ക്. അവർ മലപ്പുറത്തൊക്കെ കച്ചവടം ചെയ്ത ആൾക്കാരാണ്, മിഠായി കച്ചവടം ചെയ്ത ആൾക്കാരാണ്. 4 ടയറിൽ കാറ്റടിക്കുകയും നമ്മളെ പഞ്ചറായ ടയർ ശരിയാക്കി തരികയും ചെയ്തതിന്, അത് പഞ്ചറല്ലായിരുന്നു, ആരോ കാറ്റ് ഊരി വിട്ടാന്ന് പറഞ്ഞത്, അത് ശരിയാക്കി തരികയും ചെയ്തതിന്, അത് ഫുൾ എയർ അടിച്ച് എല്ലാം ചെക്ക് ചെയ്തതിന് നമുക്കാകെ ആയവർ വാങ്ങിച്ച് 20 രൂപ ആകെ വാങ്ങിച്ചുള്ളവർ. വണ്ടിയിൽ കയറ്റി വെച്ച് തന്ന് അവിടെ നിന്ന് അത്രയും ചായ വാങ്ങിച്ച് തന്ന്. പക്ഷെ നമ്മളവർക്ക് കൂടുതൽ പൈസ കൊടുത്തു കേട്ടോ, അവർക്ക് പൈസ കൂടുതൽ കൊടുത്തു. നല്ല മനുഷ്യന്മാർ. കുറേ നേരം അവരോട് വർത്തമാനം പറഞ്ഞതിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അടിപൊളി മനുഷ്യന്മാരാണ്. എന്തായാലും മുന്നോട്ട്. ഇവിടെ മഴയാണ് കൈസ്, ഇവിടെ ഭയങ്കര ക്ലൗഡി കാലാവസ്ഥ അല്ലേ, മഴയൊന്ന് തുടങ്ങി. ആന്ധ്രയിൽ കയറിയപ്പോൾ മഴ തുടങ്ങി. ഇന്നലെ തൊട്ടിട്ടുണ്ട് മഴ. പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്, ഒരു ലേക്ക് പോലത്തെ ഒരു സ്ഥലം. ഇതിൻ്റെ തൊട്ട് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വണ്ടി നിർത്താൻ പറ്റിയില്ല, അവിടെ ഭയങ്കര തിരക്കുള്ള സ്ഥലമായിരുന്നു. ഇവിടെ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇവിടെ നല്ല വന്നിട്ട് അടിപൊളി സ്ഥലമല്ലേ. അടിപൊളിയല്ലേ. ഇതേപോലെ തൊട്ടപ്പുറത്തോണ്ടുണ്ടായിരുന്നു, അവിടെ നിർത്താൻ പറ്റിയില്ല, അവിടെ വണ്ടികൾ ഭയങ്കര കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോൾ കിട്ടിയതാണ്. അടിപൊളി സ്പോട്ടല്ലേ. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോവാം. ഈ കടപ്പയിലേക്ക് പോവാം. കടപ്പയിൽ എത്തുന്നവരെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ട റൂട്ടാണ്. അടിപൊളി റൂട്ടൊന്നും അടിപൊളി റൂട്ട്. ഇതിപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ തന്നെയാണോന്ന് അറിയില്ല, നല്ല രസമുണ്ട് കാണാൻ. ഇത് പോവുകയാണെങ്കിലും നമുക്കൊരു മടുപ്പില്ലാത്ത കാലാവസ്ഥയാണ്. ഒരൊറ്റ റോഡ് തന്നെയാണ്, നല്ല റോഡുമാണ്, ടോൾ റോഡാണ്, എന്നാലും നല്ല റോഡാണ്. ഓക്കെയാണ്. അപ്പോൾ ഗൈസ് എന്നാൽ പിന്നെ നമുക്ക് കടപ്പയിലേക്ക് പോവാം. ഇവിടെ അധികം നേരം നിൽക്കുന്നില്ല, എന്നാൽ പോവാണ്. ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിവിടെ ഒരു ഫോർട്ട് ഉണ്ട് എന്നിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ഒന്ന് കുറച്ച് നേരമായി ചുറ്റാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇനി ഒരു 22 മിനിറ്റ് കൂടെ കാണിക്കുന്നുണ്ട്, കുറച്ച് ദൂരം കൂടെ പോകേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരു ക്ലൗഡി കാലാവസ്ഥയാണ്, അപ്പോൾ വേറെ എവിടെയൊന്നും ഇറങ്ങാൻ പറ്റുന്ന സ്ഥിതിയൊന്നും കാണുന്നില്ല. ഇതിപ്പോൾ ഓപ്പൺ ആണോ എന്ന് അറിയില്ല. ഇവിടെ ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ എന്നാണ് പറഞ്ഞത്, അറിയാൻ കഴിഞ്ഞത് ചോദിച്ചിട്ട്. എന്തായാലും നമുക്ക് പോയി. ഇതൊക്കെ നമ്മളെ നാട് പോലെ തന്നെ കുന്നും മലയും താഴ്വാരങ്ങളൊക്കെ തന്നെ ഇഷ്ടം പോലെ. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല പച്ചപ്പും ഹരിതാപമൊക്കെ ഉള്ള അടിപൊളി സ്ഥലങ്ങൾ അല്ലേ. ഫുൾ പച്ചപ്പ്, വേറെ ഒന്നുമില്ല. നല്ല സ്ഥലങ്ങളാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ കടകൾ കാണാം, ചെറിയ ചെറിയ വീടുകൾ കാണാം. ഇപ്പോൾ കടപ്പ ബൈപ്പാസ് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, നമ്മളെ ആന്ധ്രയിലെ പട്ടിക്ക് പോലും പേടിയില്ല, റോഡിൻ്റെ നടുക്ക് കിടക്കണം. ഓടി വരും നമ്മളെ പറയാം. തൊടലൊക്കെ ഉണ്ടല്ലോ. അവനത് വളർത്തുന്നതാണ്, അവൻ്റെ മുതലാളിയാന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ നോക്കിയത്. സംഭവം അടിപൊളിയാണ്, സൂപ്പർ സ്ഥലമാണ്. നല്ല ഒരു ഡ്രൈവിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം. പക്ഷെ ഇവിടെ എവിടെ സൈഡിൽ വിശ്വസിച്ച് നിർത്താൻ പറ്റില്ല, എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല. എല്ലാവരും നമ്മുടെ നമ്പറൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ പൊയ്ക്കോടുക്കാണ്. പിന്നെ ഈ ഫോട്ടോ എത്തുന്നവരെ ഇതൊക്കെ തന്നെയായിരിക്കും കാഴ്ച. ക്യാമറ എടുത്ത് അന്നേരം മഴ വരും, അപ്പോൾ എടുത്തു വെക്കും. ഇതാണ് സ്ഥിതി ഇത്രയും നേരമായിട്ട്. അവിടെ നിന്ന് പോകുന്ന പിന്നെ ഇതാണ് സ്ഥിതി. ആന്ധ്രയിൽ കയറി അന്നേരം മഴ വന്നു, രക്ഷയില്ല.
ഇപ്പം ഒന്ന് തോർന്ന് നിൽക്കുന്നുണ്ട്, ഭംഗിയായിട്ട് അവിടെ കാണാൻ പറ്റുന്ന വിചാരിക്കും. ഫുള്ള് താഴ്വാരങ്ങളാണ്. നമുക്കെന്താ പറയാനുള്ള താഴ്വാരങ്ങളെ കുറിച്ച് പറയാനില്ലേ? നമുക്കൊന്നും പറയാനില്ല. പിന്നെ നേരത്തെ പറഞ്ഞാലൊരു തിരുത്തുണ്ട്, ഇത് ആര്യവേപ്പല്ല ഗൈസ്, വേറെന്തോ ചെടിയാണ്. ഞാൻ ചോദിച്ചു, അപ്പോൾ അത് ആര്യവേപ്പല്ല എന്നാണ് അവർ പറഞ്ഞത്, വേറെന്തോ ചെടിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചത് അവർക്ക് മനസ്സിലാവാനിട്ടാണോ അവർ പറഞ്ഞത് എനിക്ക് മനസ്സിലാവാനിട്ടാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് മനസ്സിലായത്. ഇവിടെ നോക്കി എൻ്റെ പൊന്നു, അത് കാടാണോ? അത് ഒരു രക്ഷയില്ല. അത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ടൗൺ പോയി. ഇത് കണപ്പാട്ടൊന്നാണോ? ശരിക്കും ഈ സംഭവമൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ട സാധനങ്ങളാണ്. ഇതൊക്കെ കെട്ടിയുണ്ടാക്കിയത് കഴിവ് തന്നെയാണ്. ഇതൊക്കെ കെട്ടിപ്പടുത്ത് നിർത്തിയതൊക്കെ എത്ര ആളുടെ സംഫലമായിരിക്കും, അന്ന് യന്ത്രങ്ങളൊന്നും ഇല്ലാണ്ട്. ഇതൊക്കെ നമ്മളെ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ട് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതൊന്നും ആരും സംരക്ഷിക്കുന്നില്ല. വെറുതെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കല്ലൊക്കെ അടുക്കി വെച്ച് കെട്ടിയതാണെന്ന് തന്നെ എന്ത് ഭംഗിയാണ്. ഇത് പിന്നെ ഓരോ ഭാഗങ്ങളും ഉണ്ടാക്കിയത് കൊത്തുപണിയൊക്കെ ചെയ്ത് ഭയങ്കര കഴിവ് തന്നെ. ഇതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങൾ തന്നെ ഇടിഞ്ഞു പോയതാണെന്നാണ് എൻ്റെ സംശയം. കല്ലൊക്കെ കിടക്കാൻ നല്ല ചതുരത്തിലുള്ള കല്ലുകളൊക്കെ ഇത് ഇടിഞ്ഞിട്ട് വന്ന് കിടക്കുന്നതായിരിക്കാം ഇവിടെ. എന്തായാലും ഉള്ളിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചാൽ ഇതിൻ്റെ മേലെ കയറാൻ പറ്റുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പയ്യന്മാർ പറഞ്ഞിട്ടുണ്ടാവില്ല, അപ്പുറത്തോടെ വഴിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റിനെ പഴം എടുക്കാൻ വേണ്ടി പോയേക്കുക, ആ അണ്ണാനും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമുക്ക് മേലെയും കയറി കണ്ട് തിരിക്കാം. ഒരാൾ നമ്മൾ അണ്ണാക്കുട്ടന്മാർക്കുള്ള പഴമായിട്ട് വരുന്നുണ്ട്. വണ്ടിയിൽ 2 പഴം ഉണ്ടായിരുന്നു, നമ്മൾ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചാൽ. അന്നേരം അതായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അത് പോയി കൊടുക്കണം. നമ്മൾ വണ്ടിയിൽ നിന്ന് പറഞ്ഞ പഴം കൊടുത്തു. സുമാരെ കുറേ നേരം തപ്പിയിട്ടാണ് കിട്ടിയത്. ഇപ്പോൾ കൊടുത്ത് 2 എണ്ണം കൂടെ തിന്നുന്നുണ്ട്. ഇനി ഉണ്ടായിരുന്നു 2-3 എണ്ണം കൂടെ ഉണ്ടായിരുന്നു, അവരെ കാണുന്നില്ല. സുമാർ നല്ല അടിയാണ്, പക്ഷേ പരസ്പരം കടിയൊക്കെ കൂടുന്നുണ്ട് പാവങ്ങൾ. എല്ലാവരും പുറകെ പോകും. ഇതാദ്യം വലിയ നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ടിരുന്നൊരു സംഭവമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ജനറേറ്ററൊക്കെ കിടക്കുന്നുണ്ട്, വലിയ ജനറേറ്ററൊക്കെ കിടക്കുന്നുണ്ട്, സെക്യൂരിറ്റിക്കാരൊക്കെ ഉണ്ട് സംഭവം. പക്ഷേങ്കിൽ അവരൊന്നും അത്ര ഒരു സെറ്റപ്പായി തോന്നിയില്ല. ഇവിടുത്തെ നാട്ടുകാരെ പോലെ തന്നെ എനിക്ക് തോന്നി. അവരോട് ചോദിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്, ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റുക, ഉള്ളിൽ ഭയങ്കര സെറ്റപ്പ് സ്ഥലമുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഒന്ന് നോക്കിയിട്ട് ഉള്ളിലേക്ക് പോകാം. എവിടെ നോക്കിയാലും ബ്യൂട്ടിയാണല്ലോ, ബ്യൂട്ടി. ഇതൊക്കെ എന്താണ്? ഒരു കുളം, നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഗായ്സ്, കല്ലും കൊണ്ടുണ്ടാക്കിയത്. എന്തൊക്കെയോ കൂടുതൽ മിനാരം പോലെ.
കുറേ അവിടെ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. കണ്ടോ അതിൻ്റെ അടുത്തൊരു ഭാഗം എല്ലാം പൊളിഞ്ഞു പോയി. കുറച്ചൊക്കെ ഉള്ളൂ. ഇതെങ്കിലും ഒന്ന് സംരക്ഷിച്ചാൽ മതിയായിരുന്നു. അടിപൊളിയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള വഴി കോട്ടയല്ലേ, അന്നേരം മാർക്കൊക്കെ നിൽക്കാനുള്ള സ്ഥലമായിരിക്കും. എന്തോ വലിയ സംഭവമാണെന്ന് മനസ്സിലായി. ഇതൊക്കെ ഇഷ്ടികയും കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയത്. സിമെൻറ്റ് ഇഷ്ടിക പോലൊക്കെ തന്നെയാണ് എനിക്ക് അതൊന്നും വ്യക്തമായിട്ടറിയില്ല. ഇതിൻ്റെ മേലത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയാണ് നടന്നൊക്കെ അയച്ചു. എവിടെ നോക്കിയാൽ എന്ത് കാണും? അവിടെ ഒരു കുളവുമുണ്ട്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അച്ചായ എന്നൊക്കെ പറഞ്ഞു. പോയി നോക്കാം. അച്ചകറാണോ? ഇതാണ് അതിൻ്റെ എൻട്രൻസ്. സംഭവം അതിൻ്റെ പണിയൊക്കെ അടിപൊളി സംഭവമാണ്. മേൽഭാഗമൊക്കെ കാണാൻ നല്ല രസം. പക്ഷേ അതിൽ ആ സിമെൻറ്റ് കട്ടയും ചൂട് കട്ടയൊക്കെ വന്നെങ്ങനെ എനിക്ക് മനസ്സിലാവാതെ. ഇതൊക്കെ ഓക്കെ. ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. റൂമാണോ? അറകളൊക്കെ അല്ല, അത് പുറത്തേക്കുള്ള വഴി. ഇങ്ങനെ കുറേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദ്ദേശം എനിക്ക് മനസ്സിലാവും. ഇത് പുറത്തേക്ക് ഇറങ്ങാത്ത വഴി. മനസ്സിലാക്കണം. വേറെ വഴി പ്രാവുകളെയും കൊണ്ടൊരു രക്ഷയില്ല. ഇവിടെ അടച്ചിട്ടൊന്നുമില്ല. ഇതാണ് നമ്മുടെ മേലെ നല്ല സ്ഥലം. ഇവിടെ നോക്കി തന്നെ എനിക്ക് ചെറിയ ഗേറ്റ് ആവും. അതിൽ വരെ കൊണ്ടുപോയി. ഇതെന്തോ ഒരു വലിയ കവാടമാണ്. പക്ഷേ കവാടത്തിന് പകുതിയില്ല. നിറയെ നായ്ക്കളുണ്ട് ഇവിടെ. ഫുള്ള് കുത്തുപണിയാണ്. അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എത്ര കാലെടുക്കുന്നുണ്ടോ? ഇത് പൊളിക്കാനൊരു നിമിഷം കൊണ്ട് സമ്മതിക്കണം. എന്നിട്ട് ഇത്ര പൊളിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഓർക്കുമ്പോഴാണ് വിഷയം. എന്തിൻ്റെ പേരിലാണ് ഇന്നത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. പണ്ടത്തെ ആൾക്കാരായിരുന്നു അതൊക്കെ ചെയ്യും. ഇന്നത്തെ ആൾക്കാർക്കൊക്കെ അത്യാവശ്യം ഇതൊക്കെ നിലനിർത്തുന്നുള്ള ആഗ്രഹമുണ്ട്. കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും നിൽക്കില്ലല്ലോ. പിന്നെ മേലെ ഒന്ന് കയറി വെക്കാം. വരുന്ന വഴി ഞങ്ങൾ കുറേ വീഡിയോ എടുത്ത് വെച്ചിരുന്നു. അത് റോഡും അവിടെ കണ്ട ഭംഗികളൊക്കെയാണ്. അതായത് വണ്ടിയിൽ വരുമ്പോൾ കണ്ട സംഭവങ്ങളൊക്കെ അതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഇവിടെ വന്നപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ വേറെ എടുക്കാണ്ടായിരുന്നു. അതൊക്കെ കാണും. എൻ്റെ പൊന്നോ, കണ്ടത് അതിമനോഹരം, കാണാത്തത് എന്താ പറയുക, കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം എന്ന് പറയും. ഇനിയുണ്ട് ഇവിടെ കാണാൻ അതിമനോഹരമായ കാഴ്ച.
ഇതിൻ്റെയൊക്കെ എന്താ പറയുക, ആദ്യത്തെ കാലത്തോ എന്താ പറയുക, പ്രതാപകാലത്ത് ഇതൊക്കെ എന്തായിരിക്കും സാധനം, ഒന്നും പറയാനില്ല. നമ്മളിവിടെ ഫോട്ടോ എടുത്ത് തകർക്കൽ എന്നെ തകർക്കൽ. അപ്പുറത്തേക്ക് വേറെ ടൗണും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കുന്നും മലയൊക്കെ തന്നെ. ഒരു താഴ്വാരത്ത് ഒരു കൊട്ടാരന്നോ എന്തപ്പോൾ പറയാ, അങ്ങനത്തെ ഒരു സംഭവം. അത് അല്ല, അവിടുന്ന് ചെറിയൊരു വഴി ഇങ്ങോട്ടുണ്ടായിരുന്നു, അതൊക്കെ പോയി ഇതിൻ്റെ ഭാഗമാണ്. ഇതൊരു വലിയ സംഭവം തന്നെയായിരുന്നു. മടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സാധനം കാണിച്ചിടാം, കാണാൻ വേണ്ടി പോവാം. നന്ദിയേ, കാട്ടിലേക്കാണ്. ഫേമസ് ആയ സ്ഥലമാണെന്ന് പറഞ്ഞു. ഏവാല ഡാമേജ് 1000 feet pole है. 1000 feet. హెడ్ 1717లో 150 గజ ఏనుగులతో తీసుకొచ్చి 1000 అడుగుల జగస్తంభాన్ని పెట్టి మొత్తం గండికోట రాజులు ఇక్కడ సుద్దోటం రాజులు బంగారు పెట్టినారు. తీసే ఇండియానే ఇండియానే సెటిల్మెంట్ అంత టోటల్ బంగారు. നമുക്ക് മനസ്സിലായെങ്കിൽ എനിക്കിവിടെ പറഞ്ഞു. ചെറിയൊരു ഡാമേജൊക്കെ സംഭവിച്ചു എന്നാണ് മനസ്സിലായിട്ട് അവർ പറഞ്ഞത്. मंदिर ऊपर शिवलिंग के डैमेज के म्यूजियम ये आर्ट्स कॉलेज है ना कड़वा में. हाँ म्यूजियम में शिवलिंग టెంపుల్ రాజుకి సుద్దోటం రాజుకి శివునికి డైలీ పూజ. ఇంకా ద్వారా ये वॉकिंग के पूरा चुट्टूरगा वॉकिंग के ये पूरा डैमेज के ये अब इंदा नहीं पूरा चुट्टूरगा वॉकिंग है. ഇതെന്തോ അതിൻ്റെ ഒരു ഭാഗമാണ്, എന്താണെന്ന് എനിക്കറിയില്ല. തന്നെയാണ് അവർ പറഞ്ഞതെന്ന് അറിയില്ല. പിന്നെ നിങ്ങളിങ്ങോട്ടേക്ക് വരുമ്പോൾ നല്ല സേഫ്റ്റി ആയി വരണം കേട്ടോ. ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡോ ഒന്നുമില്ല, ഫുൾ കാടും ഇതൊക്കെയാണ്. നിങ്ങൾ നല്ല സേഫ്റ്റി ആയിട്ട് വരണം ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ. കാണാൻ മാത്രമുണ്ട് സംഭവം. ഇത് ഒഴിവാക്കിയാണ്, ഉപേക്ഷിക്കപ്പെട്ട സംഭവമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. സേഫ്റ്റി ആയിട്ട് വരിക, ഇതൊക്കെ കാണുക. ഇതെങ്ങനൊരു ബോർഡ് ഇവിടെ കാണുന്നുണ്ട്.
അമ്പോ ഇതൊരു രക്ഷയില്ല കേട്ടോ. എൻ്റെ പൊന്നു, തട്ടിപ്പൊളി. ഇവിടെ നിന്നുള്ള വിഷ്വൽസ് ഇതാണ് ഗൈസ്. രക്ഷയില്ല. ഇതിപ്പോൾ ഒരു നോക്കിയിടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. പ്രാർത്ഥിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, നിസ്കരിക്കാനുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെരുപ്പൊന്നും ഇട്ടാരും കയറുന്നില്ല. അപ്പോൾ ചെരുപ്പൊന്നും ഇട്ട് കയറാൻ പാടില്ല എന്നായിരിക്കും. ഞാൻ ഇട്ടില്ല, അറിയില്ലല്ലോ. ഇതൊരു പള്ളിയാണ്, ഇതൊരു മോസ്കാണ്. ഇവിടെ കുറച്ച് ഓരോ കുടീരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോട്ടൻ്റെ പുറം ഭാഗമൊക്കെയാണിത്. അടിപൊളി. ഞാനുള്ളത് ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ മേലെ കയറി നിറച്ച് പ്രാവുകളാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ തിരിച്ചു പോകാൻ ജസ്റ്റിനെ അവിടെ ഒറ്റയ്ക്കാണുള്ളൂ. പള്ളീൻ്റെ മേലെ കയറി. അപ്പോൾ അതും ഇതൊക്കെ കാഴ്ചക്കൊന്നും തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ സ്ഥലത്തോട്ട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോവാണ്. അടുത്ത കാഴ്ചകളായിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ നിർത്തുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീഡിയോ ഭയങ്കര ലെങ്ത്തായെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇത് കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട്, എന്നാലും അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഗുഡ് ബൈ.